ക്രൈസ്തവ വിശ്വാസം അതിൻ്റെ തനിമയിൽ, അതിൻ്റെ പരിശുദ്ധിയിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ ജീവിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരു പുണ്യപുരുഷനാണ് ദേവദാസൻ പുത്തമ്പുഴ തൊമ്മച്ചൻ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് സംശയമില്ല. അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അടുത്തുള്ള ഒരു കുളത്തിൽ തൊമ്മച്ചൻ പോകാൻ കഴിയപ്പോൾ ദളിതരോടുകൂടെ സഹവസിക്കുന്ന തൊമ്മച്ചൻ സ്പർശിച്ച ആ വെള്ളം മുഴുവൻ അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവിടെ ആ വെള്ളത്തിൽ, ആ കുളത്തിൽ വസ്ത്രമലക്കുന്ന സ്ത്രീ അത് കണ്ടപ്പോൾ ഈ കുളത്തിൽ തൊമ്മച്ചൻ മുഖം കഴിയ ഈ കുളത്തിലെ വെള്ളം മുഴുവൻ അശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഈ കുളത്തിൽ അലക്കുന്ന വസ്ത്രം പോലും അശുദ്ധമായിത്തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ തൊമ്മച്ചന് ചെയ്തടിച്ചു. തൊമ്മച്ചൻ മറ്റേ ചെയ്തുകൂടി കാണിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീയോടെ കൈക്കെന്തെങ്കിലും വേദനിച്ചോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൊമ്മച്ചൻ്റെ ആ ജീവിതം, തൊമ്മച്ചൻ ഈശോയുടെ വാക്കുകളിൽ വെള്ളം ചേർക്കാതെ അത് ജീവിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തൊമ്മച്ചൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ഏറ്റവും എളിയവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ദളിതരുടെ ഇടയിൽ, എളിയവരുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു തൊമ്മച്ചൻ. ജാതി വ്യവസ്ഥയും അസ്പൃശ്യതയും എല്ലാം നിലവിലിരുന്ന ആ രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ അധഃകൃതരായി കരുതപ്പെട്ടിരുന്നവരുടെ കൂടെ ആയിരിക്കുകയും അവരെ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ ധാരാളം പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അറിയിക്കുകയും ചെയ്ത ഒരു ദേശീയനായിരുന്നു തൊമ്മച്ചൻ. ദളിതരോടുകൂടെ, കൃഷക്കാരോടുകൂടെ ആയിരിക്കുവാനും അവരോടൊപ്പം ഭക്ഷിക്കാനും ഒക്കെ തൊമ്മച്ചന് യാതൊരു മടിയുമില്ലായിരുന്നു. തൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും തൊമ്മച്ചൻ തൻ്റെ ജീവിതം നമ്പൂതിരിനെ തുടരുകയാണ്. സ്നേഹത്തിൽ ഒരിക്കലും വെള്ളം ചേർക്കാൻ തയ്യാറായില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ ആരെയും അവഗണിച്ച് മാറ്റി നിർത്താൻ സാധിക്കില്ല. അത് തികച്ചും ക്രിസ്തീയമായ മനോഭാവമാണ്. നമുക്കറിയാം, ചാവറ പാലാക്കുന്ന വലിയച്ഛനുമൊക്കെ ഇതുപോലെ ദളിതരുടെ ഇടയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അന്നത്തെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തവരാണ്, അതിനെതിരെ ശബ്ദം ഉയർത്തിയവരാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥമായ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം പകർന്നവരാണ്. അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട തൊമ്മച്ചൻ. തൊമ്മച്ചൻ സന്യാസിയാകുവാൻ ആഗ്രഹിച്ചയാളാണ്. സന്യാസ ജീവിതം. പക്ഷേ തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പ് മൂലം, തൻ്റെ അമ്മയുടെ സ്നേഹപൂർവമായ
കാരണം മൂലം സന്യാസ ആകുവാനുള്ള തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുകയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീടുള്ള സംഭവം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ദൈവഹിതമായിരുന്നു എന്നുള്ളതാണ്. തൊമ്മച്ചൻ സന്യാസി ആകാതെ സന്യാസമൂഹത്തിൽ ചേരാതെ കുടുംബജീവിതം നയിക്കുകയും അതേസമയം സന്യാസ ജീവിതത്തിന്റെ അരൂപി സംരക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്താണ്. കുടുംബജീവിതം നയിക്കുമ്പോഴും സന്യാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. കുടുംബജീവിതക്കാർക്കും സന്യാസ ജീവിതം നയിക്കാൻ സാധിക്കും എന്ന് ഈ നാട്ടിൽ പഠിപ്പിച്ച ആളാണ് തൊമ്മച്ചൻ. അതിന് സാക്ഷരതയോടെ തൊമ്മച്ചൻ കണ്ടെത്തി. ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച മൂന്നാം സഭ, അൻപായർക്ക് വേണ്ടിയുള്ള മൂന്നാം സഭയെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുകയും അതുപോലെ ഒന്നിവിടെ ആരംഭിക്കുവാൻ തൊമ്മച്ചൻ തീരുമാനിക്കുകയും ചെയ്യാം. അങ്ങനെ അന്മായ മക്കൾക്കും സന്യാസികൾ നയിക്കാൻ സാധിക്കും, സന്യാസത്തിന് അരൂപി ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് ബോധ്യപ്പെട്ട് അതിനാരംഭം കുറിച്ചു തൊമ്മച്ചൻ. തീർച്ചയായും ദൈവ പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് മൂന്നാം സഭ അംഗങ്ങളെന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആയിരിക്കുന്നത്. സന്യാസം വൈദികർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സന്യാസം ആർക്കുമാകാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നത് വാസ്തവത്തിൽ തൊമ്മച്ചനാണ്. അങ്ങനെ ധാരാളം പേർ ആവേശപൂർവ്വം ഈ സമൂഹത്തിലേക്ക് ചേർന്നു, ഈ മൂന്നാം സഭയിലേക്ക്. പക്ഷെ അതിനുവേണ്ടി ഒത്തിരിയധികം ത്യാഗം തൊമ്മച്ചൻ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പലരുടെയും ആക്ഷേപങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്, എതിർപ്പുകൾക്ക് വിധേയനായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പലതിൻ്റെയും തുടക്കക്കാരനാണ് തൊമ്മച്ചൻ. അന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് ഉടുപ്പ് ധരിക്കാൻ പാടില്ല, അനുവദനീയമല്ല, ഉടുപ്പ് ധരിക്കുന്നത് പാടില്ല. തൊമ്മച്ചനാണ് ഈ മലയാളക്കരയിൽ ആദ്യമായി ഉടുപ്പ് ധരിച്ചത്. മൂന്നാം സഭയുടേതായിട്ടുള്ള വസ്ത്രം തയ്യാറാക്കി ആ വസ്ത്രം ആദ്യമായി ധരിച്ചത് തൊമ്മച്ചനാണ്. പാലാക്കിന്റെ വെള്ളിച്ചിനാണ് അദ്ദേഹത്തിന് ആ വസ്ത്രം നൽകിയത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് വിമർശന വിധേയനായിട്ടുണ്ട്. അനുവദനീയമല്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് ആക്ഷേപങ്ങൾ പലരും, ആരോപണങ്ങൾ പലരും മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായതിനു വേണ്ടി തന്നെയും അവയുടെ പേരിൽ തൊമ്മച്ചന് കുറച്ചു നാള് പള്ളിക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുകയുള്ളൂ. താൻ തെറ്റുകാരനല്ല എന്ന ബോധ്യമുണ്ടായില്ലെങ്കിലും യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ തൊമ്മച്ചൻ ആ ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്, വിനീതനായി അത് ഏറ്റുവാങ്ങുകയാണ്. പിന്നീട് അധികാരികൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൊമ്മച്ചൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെട്ട് തൊമ്മച്ചനെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. തൊമ്മച്ചന്റെ അഗാധമായ വിനയം, എളിമ, വിശുദ്ധി അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സഭയിൽ ആദ്യകാലം മുതൽ തന്നെ നിലവിലുള്ള ഒരു പാരമ്പര്യമാണ് ത്യാഗപൂർണമായ തീർത്ഥാടനം. തൊമ്മച്ചൻ തീർത്ഥാടകനായിരുന്നു. അദ്ദേഹം
കാൽനടയായി പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സഞ്ചരിക്കുകയുണ്ടായി. മൈലാപ്പൂരിൽ കാൽനടയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. മൈലാപ്പൂർ തോമാശ്ലീഹായുടെ കബറിടത്തിലേക്ക് ലോകപ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മൈലാപ്പൂരിലെ തോമാശ്ലീഹായുടെ കബറിടം. ഇന്നത്തേക്കാൾ അത് ലോകത്തിൽ അറിയപ്പെട്ടിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ധാരാളം പേര് മൈലാപ്പൂരിലേക്ക് തീർത്ഥാടനക്കാരായിട്ട് പോയിരുന്നു. അങ്ങനെ ആ മൈലാപ്പൂരിലേക്കുള്ള കാൽനട തീർത്ഥാടന യാത്ര നടത്തി തൊമ്മച്ചൻ വലിയൊരു മാതൃകയും പ്രചോദനവുമായി. അദ്ദേഹം ഗോവയിലേക്ക് ഫ്രാൻസിസ് സേവ്യറിന്റെ കബറിടത്തിലേക്ക് അവിടെ തീർത്ഥാടനം നടത്തി കാൽനടയായിട്ട് ഗോവയിലേക്ക്. അന്ന് വേറെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അസാധാരണമായ വിശുദ്ധിയുള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതേ വനാന്തരങ്ങളിലേക്ക് കടന്നുപോയി വന്യമൃഗങ്ങളുടെ ഇടയ്ക്ക് നടുവിൽ ഭയമില്ലാതെ ജീവിക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. വന്യമൃഗങ്ങളുടെ ആക്രമണം അദ്ദേഹത്തിന് ഉണ്ടായില്ല. വിശുദ്ധിയുടെ മുമ്പിൽ വന്യത ഇല്ലതായി തീരുകയാണ്. അവിടെ ഉപവസിച്ച് എല്ലാ വർഷവും നോമ്പുകാലത്ത് പ്രത്യേകിച്ച് കൊടും വനങ്ങളിൽ ജീവിച്ചുകൊണ്ട് തൊമ്പച്ചൻ ഹൃദയത്തിൻ്റെ ഏതാനും അനുയായികളും കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിസാഹസ്യമായ വിശുദ്ധിയുടെ വലിയ പാഠങ്ങളാണ് തൊമ്പച്ചൻ നൽകുന്നത്. നമ്മുടെ സഭയിൽ വലിയൊരു ഉണർവ്, ആത്മീയമായ ഉണർവ് നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആധ്യാത്മികമായിട്ടും ഒക്കെ ഒത്തിരിയധികം തളർച്ച സംഭവിച്ചിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദൈവജനം, വിശുദ്ധിയുള്ള ദൈവജനം, പ്രാർത്ഥനാജനതയുള്ള ഒരു ദൈവജനം, ത്യാഗബുദ്ധിയുള്ള ദൈവജനം, അന്മായ സമൂഹം സഭയ്ക്ക് ആവശ്യമാണെന്നുള്ള ദൈവത്തിൻ്റെ ആ വലിയൊരു പദ്ധതിയാണ് തൊമ്മച്ചനിലൂടെ യാഥാർത്ഥ്യമായതെന്ന് ഞാൻ കരുതുകയാണ്. ഈ അടുത്തുമായി ആരംഭം കുറിച്ചുവെങ്കിൽ തന്നെയും അധികം താമസിയാതെ മറ്റു രൂപതകളിലേക്ക് അത് പടർന്നു പിടിച്ചു. ഈ സന്ദേശം, ഈ ജീവിത ശൈലി ആയിരക്കണക്കിന് അന്മായ ദൈവമക്കൾ, സഭാമക്കൾ ഈ ചൈതന്യം ഉൾക്കൊണ്ട് സാക്ഷ്യം നൽകി. വാസ്തവത്തിൽ നമ്മുടെ സഭയ്ക്ക്, കേരള സഭയ്ക്ക് വലിയൊരു ഉത്തേജനമായി തൊമ്മച്ചൻ ആരംഭം കുറിച്ച ഫ്രാൻസിസ്കൻ മൂന്നാം സഭ ഇന്നും ഈ ജീവിതം ഏറെ പ്രസക്തമാണ്. ഇന്നത്തെ ലോകം മുഴുവൻ, ഇന്നത്തെ സമൂഹം മുഴുവൻ ലോകത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഭൗതികമായ സമ്പത്തിൻ്റെ പിറകെ ഓടുകയാണ്. ലൗകിക സുഖങ്ങളുടെ പിറകെ ഓടുകയാണ്. സമ്പത്താണ് ഏറ്റവും വലിയ മൂല്യം എന്ന് ചിന്തിച്ചുകൊണ്ട് എങ്ങനെയും അത് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള വലിയ ഓട്ടമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ പേരിലുണ്ടാകുന്ന ഇതെല്ലാം തിന്മകൾ. അവിടെയാണ് കുടുംബത്തിൻ്റെ ജീവിതം നമുക്ക് വെല്ലുവിളിയായി മാറുന്നത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനമെന്നുള്ള ചോദ്യം ഇന്നും നമ്മുടെ മുമ്പിൽ വിളങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെപ്പോലെയുള്ള അന്മായ സഭാമക്കളുടെ ജീവിത സാക്ഷ്യം ഇന്ന് നമ്മുടെ സഭയ്ക്ക് ഏറെ ആവശ്യമാണ്.
ആത്മീയതയ്ക്കും വിശ്വാസത്തിനും നീതിക്കും സത്യത്തിനുമൊക്കെ വില കൊടുക്കുന്ന, അങ്ങനെ സാക്ഷ്യം വഹിക്കുന്ന ആത്മായ സമൂഹങ്ങൾ, അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ നമുക്ക് ഇന്ന് ഏറെ ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നല്ലൊരു അടിത്തറ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം ശാസിക്കുന്നുണ്ട്. നല്ല ആത്മീയതയുള്ള കുടുംബങ്ങൾ, നല്ല വിശുദ്ധമായ ദാമ്പത്യ ബന്ധങ്ങൾ, സത്യസന്ധത, സമാധാനം, സാഹോദര്യം, ഇവയിലൊക്കെ മുൻപിൽ നിൽക്കുന്ന നല്ലൊരു കുടുംബജീവിതത്തിന്റെ ഉടമകളായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മക്കൾ എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന് പലപ്പോഴും ആ മൂല്യങ്ങളിൽ ക്ഷതം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ അടിത്തറ പലതും വേഗം പാളിപ്പോകുന്നുണ്ട്. ആത്മീയത കുറയുമ്പോൾ, ദൈവവിശ്വാസം കുറയുമ്പോൾ നമ്മൾ പടുത്തുയർത്തിയതെല്ലാം ശിഥിലമായി തോന്നിയതൊരു യാതൊരു സംശയമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മീയത വളരണം, പ്രാർത്ഥനാ ചൈതന്യം കുടുംബങ്ങൾക്കുണ്ടാകണം, സ്നേഹവും സാഹോദര്യവും അവിടെ തളച്ചു വളരണം, നല്ല അയൽബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല കുലാസ ജീവിതം നയിക്കണം. ദേവാലയം നമുക്കൊരു ശക്തി കേന്ദ്രമാണ്. ആ ദേവാലയവുമായി അവിടെ അർപ്പിക്കുന്ന ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ തീർച്ചയായിട്ടും നിലനിൽക്കും. അവിടെ സന്തോഷം ലഭിക്കാൻ സാധിക്കും. അങ്ങനെ കുടുംബത്തിൻ്റെ ആധ്യാത്മികത, ആത്മായ ആധ്യാത്മികത, അതാണ് ഈ പാരിസ്ഥിതിക സന്യാസ സമൂഹം, മൂന്നാം സഭ നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. തൊമ്മച്ച് നൽകിയ ഏറ്റവും വലിയ സംഭാവന അത് തന്നെയാണ്. ആത്മായർക്കും വിശുദ്ധരായിത്തീരാൻ സാധിക്കും എന്ന് തൊമ്മച്ച് തെളിയിക്കുകയുണ്ടായി. ആത്മായ വിശുദ്ധൻ, തീർച്ചയായിട്ടും തൊമ്മച്ചൻ വിശുദ്ധിയിൽ അഗ്രഗണ്യനാണെന്ന് സംശയമില്ല. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശുദ്ധി തെളിയിച്ച കാര്യമാണ്. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള നടപടികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ധാരാളം വിശുദ്ധര്, ആത്മായരായ വിശുദ്ധർ നമുക്കുണ്ടായിട്ടുണ്ട്. പേര് വിളിച്ചിട്ടില്ലായില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ധാരാളം വിശുദ്ധരായ മക്കൾ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധമായ കുടുംബജീവിതത്തിലൂടെ ഉണ്ടാകുന്ന നന്മകൾ എത്രയോ വലുതാണ്. അതുകൊണ്ട് ആത്മായരുടെ ആ വിശുദ്ധി ലോകത്തിനെ കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഇതുപോലുള്ള വിശുദ്ധ ജീവിതത്തിന് തീർച്ചയായിട്ടും സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. തൊമ്മച്ചന്റെ ആ വിശുദ്ധി ലോകം കൂടുതൽ അറിയുവാൻ, നമ്മുടെ സമൂഹം കൂടുതൽ അത് തൃപ്തിപ്പെടുവാൻ, തൊമ്മച്ചന്റെ മാതൃക സ്വീകരിച്ച് അതുപോലെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തൊമ്മച്ചനെ കൂടുതൽ സമൂഹം അറിയേണ്ടിയിരിക്കുന്നു. തൊമ്മച്ചന്റെ ആ ജീവിത വിശുദ്ധി, ആ ധീരത, തൊമ്മച്ചന്റെ ആ സുഹൃതങ്ങൾ, ഇതെല്ലാം ലോകത്തിനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മൂന്നാം സഭാംഗങ്ങളായി നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഇടവകളിൽ, നിങ്ങളുടെ രൂപതകളിൽ ഇതിനെ കൂടുതൽ പ്രചാരം കൊടുക്കുവാൻ, നിങ്ങൾ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, ഈ മൂന്നാം സഭയുടെ അംഗങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന മാറ്റം,
നിങ്ങൾ ആയിരിക്കുന്ന ഇടവുകളിൽ നിങ്ങളിലൂടെ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, അതൊക്കെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാം. അത് ഇന്ന് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്കൻ സഭാ അംഗങ്ങളായിരിക്കുന്ന ഈ വൈദികർ അതിനുവേണ്ടി ഏറെ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ പരിശ്രമങ്ങളെല്ലാം വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരു അന്മായ ആത്മീയ താമസിക പ്രസ്ഥാനത്തിന് പ്രസക്തിയുണ്ട്. അത് നിങ്ങൾ അത് കൂടുതൽ ജീവിതത്തിൽ തെളിയിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായിട്ടും തൊമ്മച്ചൻ്റെ ജീവിതവും മരണവും ഇല്ല. അദ്ദേഹം ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നതിന് വലിയ തെളിവായിരുന്നു. ദൈവം തൊമ്മച്ചൻ്റെ കൂടെ ആയിരുന്നതിന് തെളിവായിരുന്നു. അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ച് നല്ലൊരു മരണം കൈവരിച്ച് മരിച്ച് 117 വർഷം കഴിഞ്ഞിട്ടും ആ വിശുദ്ധിയുടെ സുഗന്ധം ഒട്ടും കുറയാതെ അത് സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ഈ ദിവസം തൊമ്മച്ചനെ നന്ദിയോടെ ഓർക്കാം. ഈ പരിശുദ്ധനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. തൊമ്മച്ചൻ്റെ വിശുദ്ധി സഭ അംഗീകരിച്ച് അനേകായിരങ്ങൾക്ക് അത് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഉദ്ബോധനമാകട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം.